ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹസ്ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി പാസ്തയാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ കൂൾ ഡ്രിങ്ക്സും പുഡിങ്ങൊക്കെ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇന്നൊന്ന് ഡിഫറെൻ്റ് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാനല്ല തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിടുക, പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അപ്പോൾ പാസ്ത ഇതുപോലെ ചൈനീസ് വിഭവങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് നല്ലത്. ഇനി ആ വെള്ളം തിളച്ചതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വേവണം, പക്ഷേ 90% വെന്ത് കിട്ടിയാൽ മതി. ഇത് ഇങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ അമരണം. എന്നിട്ട് നമുക്കത് ഡ്രെയിൻ ചെയ്യാം. എന്നിട്ട് നമ്മളത് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്, അതിൻ്റെ മുകളിലത്തെ പശപ്പൊക്കെ ഒന്ന് പോയി കിട്ടാനാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വാരാൻ വയ്ക്കാം. അപ്പോൾ ഇത് ഓവർ കുക്കായൊന്നും ആയിട്ടില്ല, 90% കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി നമ്മളിത് കുക്ക് ചെയ്യും. അപ്പോൾ ഇത് മാറ്റിയിരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് 1.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. 1.5 സബോള ചെറുതാക്കി അരിഞ്ഞ് കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അധികം ഒന്നും വഴറ്റണ്ട കേട്ടോ, ഇതൊരു 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് ഒരു തക്കാളിയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്കും 1 പച്ചമുളകും കൂടി ഇട്ടത് നന്നായി ചോപ്പ് ചെയ്തും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് 1 ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതും ചെറുതാക്കി അരിഞ്ഞാണ് ക്യാപ്സിക്കം അവസാനം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നന്നായിട്ട് ഉടയും അത്. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്ക്ഡ് ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ മുളക് പൊടി ഇട്ടത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 2 ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെള്ളം വാരാൻ വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മസാല എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇനിയും പച്ചക്കറികൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് എല്ലാതും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റ പച്ചക്കറി നമ്മൾ ഓവർ കുക്ക്ഡ് വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി പാസ്ത വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, സവോള വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോരാത്ത ഉപ്പ് മാത്രം ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക, അധികം വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറേ മാറിക്കിട്ടും. അപ്പോൾ മല്ലിയില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത് കണ്ടില്ലേ, ഇപ്പോൾ പാസ്ത ഒന്നിന് മേലെ ഒന്നും ഒട്ടണമൊന്നുമില്ല, ഓവർ കുക്ക്ഡ് ആയിട്ടില്ല. ഇനി നിങ്ങൾക്ക് സൂപ്പി പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ടൊന്ന് സൂപ്പി ആയിട്ട് എടുത്താൽ മതി. ഇത് എളുപ്പമാണ്, ഭയങ്കര ഈസിയാണ്. ഇത് ഓവർ സ്പൈസി അല്ല, എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.